Okay, ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് വാലൻസ് ബോണ്ട് തിയറി. വാലൻസ് ബോണ്ട് തിയറി പറയുന്നത് ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിലുള്ള ഓവർലാപ്പിംഗ് വഴിയാണ്. കോവാലന്റ് ബോണ്ട് is formed due to overlapping of atomic orbitals. ഈ അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഓവർലാപ്പിംഗിന്റെ ബേസിൽ രണ്ട് ടൈപ്പ് ബോണ്ട് ഉണ്ട്, സിഗ്മ ബോണ്ടും പൈ ബോണ്ടും. ഈ സിഗ്മ ബോണ്ടും പൈ ബോണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചോദിക്കുമ്പോൾ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത് എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് വഴിയാണ്. അതായത് ഓർബിറ്റലുകൾ തമ്മിൽ ഹെഡ് ഓൺ ഓവർലാപ്പിംഗ്, എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ്. ഇതിനെ ആക്സിയൽ ഓവർലാപ്പിംഗ് എന്ന് വിളിക്കും. പൈ ബോണ്ട് ഫോം ചെയ്യുന്നത് സൈഡ് വൈസ് ഓവർലാപ്പിംഗ് വഴിയാണ്. അതിന് ലാറ്ററൽ ഓവർലാപ്പിംഗ് എന്ന് വിളിക്കും. ഈ രണ്ടിന്റെ സ്ട്രെങ്ത് കമ്പയർ ചെയ്യുമ്പോൾ സിഗ്മ ബോണ്ട് ആണ് മോർ സ്ട്രോങ്, പൈ ബോണ്ട് വീക്ക് ആണ്. സിഗ്മ ബോണ്ടിനെ കുറിച്ചും പൈ ബോണ്ടിനെ കുറിച്ചും അഡീഷണൽ പോയിന്റ് പറയുകയാണെങ്കിൽ സിഗ്മ ബോണ്ട് സിമ്മട്രിക്കൽ ആണ്, പൈ ബോണ്ട് അൺസിമ്മട്രിക്കൽ ആണ്. ആദ്യം പറഞ്ഞ പോയിന്റ്സ് ആണ് ഇമ്പോർട്ടന്റ്, പക്ഷെ ഇങ്ങനെ കൂടി പറയാം, ഇത് സിമ്മട്രിക്കലും അത് അൺസിമ്മട്രിക്കലും ആണ്. ഇനി എങ്ങനെയൊക്കെയാണ് സിഗ്മ ബോണ്ട് പൈ ബോണ്ട് ഫോം ചെയ്യാൻ നോക്കുക. എസ് ഓർബിറ്റലും എസ് ഓർബിറ്റലും തമ്മിലുള്ള എല്ലാ ഓവർലാപ്പിംഗും സിഗ്മ ബോണ്ടാണ്. എസ് ഓർബിറ്റലും പി ഓർബിറ്റലും തമ്മിൽ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ, പി ഓർബിറ്റലും ലോകവും എസ് ഓർബിറ്റലും കൂടി ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ അത് സിഗ്മ ബോണ്ടാണ്. രണ്ട് പി ഓർബിറ്റലുകൾ പരസ്പരം ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ അത് സിഗ്മ ബോണ്ടാണ്. ഇനി പൈ ബോണ്ട് ഉണ്ടാക്കുന്നത് പി ഓർബിറ്റൽസ് ആണ്. രണ്ട് പി ഓർബിറ്റൽസ് ഇങ്ങനെ സൈഡ് വൈസ് ആയിട്ട് കൂടിച്ചേരുമ്പോൾ ഈ രീതിയിൽ മാത്രമാണ് അത് പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇനി ഓവർലാപ്പിംഗുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട വിഷയമാണ് ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ പറഞ്ഞത് അറ്റോമിക് ഓർബിറ്റൽസ് പരസ്പരം കമ്പൈൻ ചെയ്തിട്ട് പുതിയ ചില ഓർബിറ്റൽസ് ഉണ്ടായി മാറും. കെമിക്കൽ ബോണ്ട് ഉണ്ടാകുന്ന സമയത്ത് അറ്റോമിക് ഓർബിറ്റൽസ് സ്വയം കമ്പൈൻ ചെയ്തിട്ട് പുതിയ ഓർബിറ്റൽസ് ഉണ്ടാവും. അങ്ങനെ കിട്ടുന്ന പുതിയ ഓർബിറ്റൽസ് നമ്മൾ ഹൈബ്രിഡ് ഓർബിറ്റൽസ് വിളിക്കും. ഈ ഫിനോമിനെ ഹൈബ്രിഡൈസേഷൻ വിളിക്കും. ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, എത്ര അറ്റോമിക് ഓർബിറ്റൽസ് കൂടിച്ചേർന്നോ അത്ര തന്നെ ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യും. അടുത്തത്, ഈ ഹൈബ്രിഡ് ഓർബിറ്റലിന് ഈക്വൽ എനർജിയും ഈക്വൽ ഷേപ്പും ആയിരിക്കും. ഹൈബ്രിഡ് ഓർബിറ്റൽസിന് ഒരേ എനർജിയും ഒരേ ഷേപ്പും ആയിരിക്കും. അടുത്തത്, ഹൈബ്രിഡ് ഓർബിറ്റൽസ് മോർ എഫക്റ്റീവ് ആണ് ഇൻ ബോണ്ടിങ്. അറ്റോമിക് ഓർബിറ്റൽസിനെക്കാളും മോർ എഫക്റ്റീവ് ഇൻ ബോണ്ടിങ് ആണ് ഹൈബ്രിഡ് ഓർബിറ്റൽ. ഹൈബ്രിഡൈസേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട രണ്ട് പോയിന്റ്, എല്ലാ അറ്റോമിക് ഓർബിറ്റൽസിനും ഹൈബ്രിഡൈസേഷൻ പങ്കെടുക്കാൻ പറ്റില്ല. അറ്റോമിക് ഓർബിറ്റൽസിന് ആൾമോസ്റ്റ് സെയിം എനർജി ആയിരിക്കണം. അബ്സല്യൂട്ട്ലി സെയിം എനർജി ആവണ്ട, എന്നാൽ ഏകദേശം ഒരേ എനർജി ആയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, പ്രൊമോഷൻ ഓഫ് ഇലക്ട്രോൺ നോട്ട് നെസസറി. നമ്മൾ പല ഹൈബ്രിഡൈസേഷൻ പറയുമ്പോഴും അവിടെ ഇലക്ട്രോണിന്റെ എക്സൈറ്റേഷൻ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇലക്ട്രോണിന്റെ എക്സൈറ്റേഷൻ ഒരു നെസസറി കണ്ടീഷൻ അല്ല ഹൈബ്രിഡൈസേഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെന്റ് ടൈപ്പ് ഹൈബ്രിഡൈസേഷൻസ് ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ നമുക്ക് വളരെ ചുരുക്കിയിട്ട് ഇത്രയും പഠിച്ചു വെക്കാം. നമുക്ക് പഠിക്കാനുള്ളത് sp, sp2, sp3, sp3d, sp3d2 ഹൈബ്രിഡൈസേഷൻ. sp എന്ന് പറയുമ്പോൾ ഒരു s ഓർബിറ്റലും ഒരു p ഓർബിറ്റലും കൂടിച്ചേർന്നതാണ്. അപ്പൊ എത്ര ഓർബിറ്റൽ ഫോം ചെയ്യും? രണ്ട് ഓർബിറ്റൽ ഫോം ചെയ്യും. ഇതിന് എക്സാമ്പിൾ ആണ് BeCl2. അതിന്റെ സ്ട്രക്ചർ ലീനിയർ ആണ്, അവിടുത്തെ ബോണ്ട് ആംഗിൾ 180 ഡിഗ്രിയാണ്. ഇത്രയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുന്നത്. അടുത്തത് sp2. sp2 എന്ന് പറയുമ്പോൾ ഒരു എസും രണ്ട് പി ചേർന്നാണ് മൂന്ന് ഓർബിറ്റൽ. എക്സാമ്പിൾ BF3, ട്രൈഗണൽ പ്ലാനർ 120. ഈ ഷേപ്പും അതുപോലെ ബോണ്ട് ആംഗിൾ എല്ലാം നമ്മൾ ഓൾറെഡി BSEPR തിയറിയിൽ പഠിച്ചതാണ്. അടുത്ത sp3, 4 ഓർബിറ്റൽ, മീഥൈൽ CH4, ടെട്രാഹെഡ്രൽ 109.5 ഡിഗ്രി. sp3d, 5 ഓർബിറ്റൽ, PCl5, ട്രൈഗണൽ ബൈപിരമിഡ്. ഇതിൽ 120 ഡിഗ്രി ഉണ്ട്, 90 ഡിഗ്രി ഉണ്ട്. അപ്പൊ രണ്ട് ടൈപ്പ് ബോണ്ട് ആംഗിൾ കാണിക്കുന്ന ഹൈബ്രിഡൈസേഷൻ ആണ് sp3d. അടുത്ത sp3d2, 6 എണ്ണം, SF6, ഒക്ടാഹെഡ്രൽ 90 ഡിഗ്രി. ഇനി നോട്ട് ചെയ്ത് പഠിക്കേണ്ട ആളുകളാണ്. ഒന്ന് NH3, അമോണിയ. അമോണിയന്റെ കയ്യിൽ ഒരു ലോൺ പെയർ ഉണ്ടാവും. ശ്രദ്ധിക്കണം, ഈ അമോണിയ ആക്ച്വലി 3 H-നോടാണ് ബോണ്ട് ഉണ്ടാക്കിയത്. 3 ബോണ്ടേ ഉള്ളൂ, പക്ഷെ ഒരു ലോൺ പെയർ ഉണ്ട്. ആ ലോൺ പെയറും കൂടി പരിഗണിക്കുമ്പോൾ അവിടെ 4 ഓർബിറ്റൽ കാണും. അതുകൊണ്ട് ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. sp3 4 ഓർബിറ്റൽ ഉണ്ടല്ലോ, പക്ഷെ ലോൺ പെയർ കാരണം, റിപ്പൾഷൻ കാരണം അതിന്റെ ഷേപ്പിൽ വ്യത്യാസം വന്ന് പിരമിഡിൽ ഷേപ്പ് ആവും. ബോണ്ട് ആംഗിൾ 107 ആണ്. അടുത്ത എക്സാമ്പിൾ H2O. ഓക്സിജൻക്ക് 2 ലോൺ പെയർ ഉണ്ട്.
അപ്പോൾ ഓക്സിജൻ 2 ബോണ്ട് ഉണ്ടാക്കിയ 2 ഓർബിറ്റൽ വേണം, 2 ലോൺ പെയറിന് വേറെ 2 ഓർബിറ്റൽ വേണം. അപ്പോൾ മൊത്തം ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. അപ്പോൾ ഷേപ്പ് ബെൻഡ് ബോണ്ട് ആംഗിൾ 104.5 ഡിഗ്രി. പിന്നെ നിങ്ങൾക്കറിയാം C2H6 ഈഥെയ്ൻ, C2H4 എത്തീൻ, C2H2 ഈഥൈൻ. ഇതില് ഇവിടെ സിംഗിൾ ബോണ്ട് ആണ്, ഇവിടെ ഡബിൾ ബോണ്ട് ആണ്, ട്രിപ്പിൾ ബോണ്ട് ആണ്. സിംഗിൾ ബോണ്ട് ആണ് ഫോം ചെയ്തതെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. ഡബിൾ ബോണ്ട് ഫോം ചെയ്ത കോമ്പൗണ്ട് sp2 ആണ്, ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്ത കോമ്പൗണ്ട് sp ആണ്. അപ്പോൾ ഈഥൈൻ, എത്തീൻ, ഈഥൈൻ നമ്മൾ എങ്ങനെ പഠിക്കും? സിംഗിൾ ബോണ്ട് sp3, ഡബിൾ ബോണ്ട് sp2, ട്രിപ്പിൾ ബോണ്ട് sp. ഇത്രയാണ് ഹൈബ്രിഡൈസേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. നമുക്ക് പഠിക്കാനുള്ളതാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. മോളിക്കുലർ ഓർബിറ്റൽ തിയറി പറഞ്ഞത് അറ്റോമിക് ഓർബിറ്റൽസ് ആണ് ആറ്റത്തിൽ ഉണ്ടാവുക. ഇലക്ട്രോൺസ് ഇൻ ആറ്റം പ്രസന്റ് ഇൻ അറ്റോമിക് ഓർബിറ്റൽ. എന്നാൽ മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ അതിലുള്ള ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യുന്നത് പുതിയ തരം ഓർബിറ്റലാണ് മോളിക്കുലർ ഓർബിറ്റൽ. സോ മോളിക്കുലർ ഓർബിറ്റൽസ് ആണ് മോളിക്യൂൾസിൽ ഉണ്ടാവുക, അറ്റോമിക് ഓർബിറ്റൽസ് ആണ് ആറ്റത്തിൽ ഉണ്ടാവുക. ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണല്ലോ മോളിക്യൂൾ ഉണ്ടാവുന്നത്. അപ്പോൾ അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുക. അടുത്ത പോയിന്റ്, എത്ര അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തോ അത്ര തന്നെ മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻഡ് ഈക്വൽ ടു നമ്പർ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം. അടുത്ത പോയിന്റ്, അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് മോളിക്കുലർ ഓർബിറ്റൽ ആവണമെങ്കിൽ അവർക്ക് സെയിം എനർജിയും സെയിം സിമ്മട്രിയും ആയിരിക്കണം. നമ്മൾ ഹൈബ്രിഡൈസേഷനെ കുറിച്ച് പറഞ്ഞത് ഓൾമോസ്റ്റ് സെയിം എനർജി ആയി മാത്രം മതി. പക്ഷെ ഇവിടെ സെയിം എനർജിയും സെയിം സിമ്മട്രിയും ആണ്. അറ്റോമിക് ഓർബിറ്റൽ മോണോസെൻട്രിക് ആണ്, മോളിക്കുലർ ഓർബിറ്റൽ പോളിസെൻട്രിക് ആണ്. എന്ന് പറഞ്ഞാൽ അറ്റോമിക് ഓർബിറ്റൽ ഏതെങ്കിലും ഒരു ആറ്റത്തിന്റെ മാത്രം ഓർബിറ്റൽ ആണ്, അത് മോണോസെൻട്രിക് ആണ്. എന്നാൽ മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ ഒന്നിലധികം ആറ്റത്തിന്റെ മോളിക്കുലർ ഓർബിറ്റൽ ആയതുകൊണ്ട് അത് പോളിസെൻട്രിക് ആണ്. ഇനി ശ്രദ്ധിക്കണം, മോളിക്കുലർ ഓർബിറ്റലുകൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, അടുത്ത ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് മോളിക്കുലർ ഓർബിറ്റൽസ് കിട്ടും. അതിൽ അറ്റോമിക് ഓർബിറ്റൽസിനെക്കാളും എനർജി കുറവുള്ളതാണ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. അറ്റോമിക് ഓർബിറ്റൽസിനെക്കാളും എനർജി കൂടുതലുള്ളതാണ് ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. അതിന് ചെറിയ പിക്ചറൈസേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും അറ്റോമിക് ഓർബിറ്റൽസ്. ഇത് രണ്ടും ചേർന്നിട്ട് 2 മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടായി. അതിൽ എനർജി കുറവുള്ളത് BMO ആണ്, എനർജി കൂടുതലുള്ളത് ABM ആണ്. കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് പറയുകയാണെങ്കിൽ ABMOന്റെ എനർജി ഡിഫറൻസിനെക്കാളും കുറവായിരിക്കും BMOന്റെ എനർജി ഡിഫറൻസ്. അത് 2 ലെവലിലൊക്കെ നമുക്ക് ആവശ്യമുണ്ടാവുള്ളൂ. ഇപ്പൊ പഠിക്കുക, BMO ഒക്കെ എനർജി കുറവാണ്, ABM ഒക്കെ എനർജി കൂടുതലാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അതിന്റെ അപ്ലിക്കേഷൻസും ആണ്. നമുക്ക് ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺ അപ് ടു 14, ഒരു മോളിക്യൂളിലെ ഇലക്ട്രോണിന്റെ എണ്ണം 14 വരെ ആണെങ്കിൽ അത് നമുക്ക് ആവശ്യം വരിക B2, C2, N2 പോലെ മോളിക്യൂൾസിനാണ്. ഇതാണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്ന് പറഞ്ഞാൽ എനർജിയുടെ ഇൻക്രീസിംഗ് മോഡലിലാണല്ലോ ഇലക്ട്രോൺ ഫിൽ ചെയ്യുക. സിഗ്മ 1s കൂടുതലാണ് സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2x. പിന്നെ നോക്കൂ, പൈ 2px ഈക്വൽ ടു പൈ 2py പറയാൻ കാരണം ഈ രണ്ടിന്റെ എനർജി സെയിം ആണ്. അത് കഴിഞ്ഞിട്ട് സിഗ്മ 2pz, പിന്നെ പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py, പിന്നെ സിഗ്മ സ്റ്റാർ 2pz. ഇതാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺ അപ് ടു 14. ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺ ഗ്രേറ്റർ ദാൻ 14, 14നേക്കാൾ കൂടുതലാണെങ്കിൽ അത് O2നും F2നും വരിക. നിങ്ങൾ എത്ര മാത്രം പഠിച്ചാൽ മതി. ഇതേ ഓർഡറിൽ മുന്നോട്ട് പോകുന്നു. ഈ സിഗ്മ 2pz പൈ 2px ഈക്വൽ ടു പൈ 2pyക്ക് മുമ്പ് വരും. അപ്പൊ നേരത്തെ പഠിച്ച അതേ ഓർഡർ തന്നെയാണ്. ആ സിഗ്മ 2pz പൈ 2px ഈക്വൽ ടു പൈ 2pyക്ക് മുമ്പ് വരുമ്പോൾ അതാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഗ്രേറ്റർ ദാൻ 14. നിങ്ങൾ മനസ്സിലാക്കണം, ഓരോ ഓർബിറ്റലിലും 2 ഇലക്ട്രോൺ വീതം ഫിൽ ചെയ്യുക. അപ്പോൾ ഇതിൽ 2 ഇലക്ട്രോൺ ഫിൽ ചെയ്യുക, ഇതിൽ 2 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ. ഇനി ശ്രദ്ധിക്കണം, ഈ 2 പേർക്കും എനർജി സെയിം ആയതുകൊണ്ട് നമ്മൾ ഹൺസ് റൂൾ അപ്ലൈ ചെയ്യണം. എന്താ ഹൺസ് റൂള്? ഒരേ ഓർബിറ്റൽസ് സിംഗിളി ഫിൽ ആയതിനു ശേഷം മാത്രമേ പെയർ നടക്കാൻ പാടുള്ളൂ. അപ്പൊ 2 ഇലക്ട്രോൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 1 ഇലക്ട്രോൺ ഇയാൾക്കും 1 ഇലക്ട്രോൺ ഇയാൾക്കും കൊടുക്കണം. മൂന്നാമതൊരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ ഇയാൾക്ക് 2ഉം ഇയാൾക്ക് 1ഉം കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനത്തെ ഡീറ്റെയിൽഡ് എക്സാംസിലൂടെ നമുക്ക് കിടക്കാം. ഇതിന്റെ അപ്ലിക്കേഷൻ 2 കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഒന്ന് ബോണ്ട് ഓർഡറുമായി ബന്ധപ്പെട്ടു, അടുത്ത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ബോണ്ട് ഓർഡർ എന്ന് പറയുമ്പോൾ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടിന്റെ എണ്ണമാണ്. അത് കാണാനുള്ള ഇക്വേഷൻ 12 × NB - NA. NB എന്ന് പറഞ്ഞാൽ
നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്യൂൾ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺഫിഗറേഷനിൽ സ്റ്റാർ ഇല്ലാതെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ബോണ്ടിങ് മോളിക്യൂൾ ഓർബിറ്റൽ. എൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ABMO എന്ന് പറയുമ്പോൾ വിത്ത് സ്റ്റാർ ആണ്. വിത്തൗട്ട് സ്റ്റാർ ബോണ്ടിങ് മോളിക്യൂൾ ഓർബിറ്റൽ, വിത്ത് സ്റ്റാർ ആന്റി ബോണ്ടിങ് മോളിക്യൂൾ ഓർബിറ്റൽ. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് പഠിക്കാനുള്ളത് ബോണ്ട് ഓർഡർ എന്ന് പറയുമ്പോൾ ആറ്റങ്ങൾക്കിടയിലെ ബോണ്ടിന്റെ എണ്ണമാണല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ബോണ്ട് ഓർഡർ കൂടുന്നതിനനുസരിച്ച് ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടുന്നു എന്ന് പറയാൻ പറ്റും. ബോണ്ട് ഓർഡർ കൂടുന്നതനുസരിച്ച് ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടും. ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ബോണ്ടിന്റെ ലെങ്ത് കുറയും. അടുത്ത പോയിന്റ്, ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടുമ്പോഴാണ് സ്റ്റെബിലിറ്റി ഓഫ് മോളിക്യൂൾ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബോണ്ട് ഓർഡറുമായി ബന്ധപ്പെട്ട് ഇത്രയും ആപ്ലിക്കേഷൻ ചോദിക്കാം. ബോണ്ട് ഓർഡർ കൂടി എന്തൊക്കെ സംഭവിക്കും? ബോണ്ട് സ്ട്രെങ്ത് കൂടും, ബോണ്ട് ലെങ്ത് കുറയും, അടുത്ത സ്റ്റെബിലിറ്റി ഓഫ് മോളിക്യൂൾ കൂടും. ഇത്രയാണ് ബോണ്ട് ഓർഡറുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. അടുത്ത പോയിന്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ്. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് അവിടെ അൺപെയർഡ് ഇലക്ട്രോണിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആണ്. എല്ലാ ഇലക്ട്രോണും പെയർഡ് ആണെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോണിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ അത് ഡയാമാഗ്നറ്റിക് ആണ്. ഇത്രയാണ് ഇതിന്റെ അപ്ലിക്കേഷൻസ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ബോണ്ട് ഓർഡറുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പോയിന്റ് കൂടി പഠിക്കാനുണ്ട്. ബോണ്ട് ഓർഡർ എന്ന് പറയുമ്പോൾ ആറ്റങ്ങൾക്കിടയിൽ ബോണ്ടിന്റെ എണ്ണമാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ബോണ്ട് ഓർഡർ 0 എന്ന് കിട്ടി. അതിനർത്ഥം ആറ്റങ്ങൾക്കിടയിൽ ബോണ്ട് ഇല്ല എന്നാണ്. നിങ്ങൾക്ക് ബോണ്ട് ഓർഡർ ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടി. അപ്പൊ ബോണ്ട് ഓർഡർ -1 കിട്ടിയ എന്താ? -1 എന്നൊരു നമ്പർ പോസിബിൾ അല്ലല്ലോ. ബോണ്ട് ഓർഡർ 0 കിട്ടിയാലും ബോണ്ട് ഓർഡർ നെഗറ്റീവ് കിട്ടിയാലും ഉറപ്പിച്ചോളൂ, ആ മോളിക്യൂൾ അൺസ്റ്റേബിൾ ആണ്. ആ മോളിക്യൂളിന് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ആ ബോണ്ട് ഓർഡർ 0നേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ ആ മോളിക്യൂൾസ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. 0 വന്നാലും നെഗറ്റീവ് വന്നാലും അൺസ്റ്റേബിൾ ആണ്. ഫ്രാക്ഷണൽ വാല്യൂ വരാം, അത് പോസിറ്റീവ് ആണെങ്കിൽ ആ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യും. നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. നമുക്കിനി ഓരോ എക്സാമ്പിൾസ് നോക്കാം. ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാം N2ലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം. നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണ്. അപ്പൊ N2 ആകുമ്പോൾ 14 ആണ്. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺ അപ് ടു 40 നമുക്ക് കോൺഫിഗറേഷൻ അറിയാലോ. എന്ത് വരും? σ1s 2 ഇലക്ട്രോൺ ഫിൽ ചെയ്തു, σ*1s 2 ഇലക്ട്രോൺ ഫിൽ ചെയ്തു, σ2s2 σ*2s2. പിന്നെ π2px ഈക്വൽ ടു π2py ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം 2, 4, 6, 8 ഇലക്ട്രോണെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും നമ്മളെ കയ്യിൽ ഇലക്ട്രോൺ ഒരുപാടുണ്ട്. അപ്പൊ ഇവിടെ 2 കൊടുക്കാം, ഇവിടെ 2 കൊടുക്കാം. ഇവിടെ സിംഗിളി ഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ 1, 2, 3, 4, 5, 6, 12 ഇലക്ട്രോൺ ആയി. അടുത്ത സ്വാഭാവികമായിട്ടും σ2pz2 ആണ്. നമുക്കിനി ഇതിന്റെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് BMO ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റൽ ഇലക്ട്രോൺ ആണ്. സ്റ്റാർ ഇല്ലാത്ത ഇലക്ട്രോൺ 2, 4, 6, 8, 10 ആണ്. അടുത്ത Na സ്റ്റാർ ഉള്ളതിൽ ഇലക്ട്രോൺ ആണ് 2, 4 ആണ്. അപ്പോൾ ബോണ്ട് ഓർഡർ ബൈ കാൽക്കുലേഷൻ half into 10 minus 4 നമുക്ക് 3 എന്ന് കിട്ടും. ഇനി അടുത്ത പോയിന്റ്, ഇത് പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ? വെരി സിമ്പിൾ. ഇതിൽ എല്ലാ ഇലക്ട്രോണും പെയർഡ് ആയി കിടക്കുകയാണ്. അതുകൊണ്ട് ഇയാള് ഡയാമാഗ്നറ്റിക് ആണ്. ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. നമുക്കിനി അടുത്ത എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. അടുത്ത എക്സാമ്പിൾ ആണ് O2. O2ലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം 16. കാരണം ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആയതുകൊണ്ട് O2 എന്ന് പറയുമ്പോൾ 16 ആണ്. ഇലക്ട്രോണിന്റെ എണ്ണം 14നേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് അതിന്റെ കോൺഫിഗറേഷൻ അറിയാം. അപ്പൊ σ1s2 σ*1s2 σ2s2 σ*2s2. ഇനി അടുത്ത എന്താ കൊടുക്കേണ്ടത്? σ2pz2
pi 2px equal to pi 2py 2 വീതം കൊടുക്കും. ഇപ്പോൾ മൊത്തം ഇലക്ട്രോണിന്റെ എണ്ണം 14 ആയിട്ടുണ്ടാവും. ഈ ഇലക്ട്രോൺ പോവേണ്ടത് pi star 2px equal to pi star 2py യോടാണ്. ഇനി നമുക്ക് 2 ഇലക്ട്രോൺ അല്ലേ ബാക്കിയുള്ളൂ, അത് നിങ്ങൾ ഓരോന്ന് വീതമാണ് കൊടുക്കുന്നത്. ഇതാണ് O2ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്ക് ഇനി NB ചെക്ക് ചെയ്യാം. സ്റ്റാർ ഇല്ലാത്ത ഇലക്ട്രോൺ എണ്ണം 2, 4, 6, 8, 10. നമുക്ക് സ്റ്റാർ ഇല്ലാത്ത ഇലക്ട്രോൺ ചെക്ക് ചെയ്യാം. 2, 4, 6. അങ്ങനെ വരുമ്പോൾ ബോണ്ട് ഓർഡർ നമുക്ക് 2 എന്ന് കിട്ടും. ഇനി ഇത് പാരാമാഗ്നറ്റിക് ആണോ ഡയമagnetic ആണോ? വെരി സിമ്പിൾ. ഇതെല്ലാം പെയർഡ് ആണെങ്കിലും ഈ 2 ഇലക്ട്രോണുകൾ അൺപെയർഡ് ആണ്. അതുകൊണ്ട് അൺപെയർഡ് ഇലക്ട്രോണിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ഈ കോമ്പൗണ്ട് പാരാമാഗ്നറ്റിക് ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ O2 O2 plus O2 minus ഇതിനെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി എഴുതണം. നമുക്ക് ഇങ്ങനെ ചെയ്യാം. O2 ഇലക്ട്രോണിന്റെ എണ്ണം 16 ആണ്. ഈ കോൺഫിഗറേഷൻ നേരത്തെ എഴുതിയതാണ്. സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 pi 2 sigma 2pz2 equal to pi 2px2 equal to pi 2py2 pi star 2px1 equal to pi star 2py1. ഇതിന്റെ ബോണ്ട് ഓർഡർ നമുക്ക് കിട്ടിയതാണ്. അത് 2 ആണ്. ഇനി നമുക്ക് O2 പ്ലസ് ചെക്ക് ചെയ്യാം. O2 പ്ലസ് എന്ന് പറയുമ്പോൾ O2 ൽ നിന്ന് ഇലക്ട്രോൺ പോയതല്ലേ, ഇതിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം 15 ആയിരുന്നു. ഈ 15 എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ 15 ഇവിടെ നിന്നാണ് ആ ഇലക്ട്രോൺ പോവുക. അപ്പോൾ ഇതിലുള്ള ബോണ്ടിംഗ് മോളിക്കുലർ ഓർബിറ്റലിന്റെ എണ്ണം 10 തന്നെയാണ്, മാറ്റില്ല. ഇത് പോകുന്നത് ആന്റി ബോണ്ടിംഗ് മോളിക്കുലർ ഓർബിറ്റൽ ആയതുകൊണ്ട് Na ഈക്വൽ ടു നമുക്ക് നേരത്തെ കിട്ടിയത് 6 ആണെങ്കിൽ ഇത് 5 ആവും. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്താൽ ബോണ്ട് ഓർഡർ നമുക്ക് 2.5 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ O2 മൈനസ് ആണ്. O2 മൈനസ് എടുത്ത എന്താ? O2നോട് ഒരു ഇലക്ട്രോൺ കൂടുതലാണ്. അതുകൊണ്ട് ഇതിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം 17 ആണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ട കാര്യം? ഇവിടെ 1 ഇലക്ട്രോൺ ഇവിടെ 1 ഇലക്ട്രോൺ ഉള്ളതാണ് O2. O2 മൈനസ് ആകുമ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ വരും. അപ്പോൾ മനസ്സിലാക്കണം, ബോണ്ടിംഗ് മോളിക്കുലർ ഓർബിറ്റലിലല്ല ഇലക്ട്രോൺ എണ്ണത്തിൽ വ്യത്യാസമുള്ളത്, ആന്റി ബോണ്ടിങ്ങിലാണ്. ആന്റി ബോണ്ടിങ്ങിൽ ഒന്ന് കൂടാണല്ലോ ചെയ്യുക. O2 എത്ര ഉണ്ടായിരുന്നു? 6 ആണെങ്കിൽ അത് 7 ആണ്. ഇവിടെ നിങ്ങൾ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1.5 കിട്ടും. ഇതിൽ ബോണ്ട് ഓർഡർ ഏറ്റവും കുറഞ്ഞ 1.5 ആണ്, സ്റ്റെബിലിറ്റി ഏറ്റവും കുറവ്. പിന്നുള്ള O2 ആണ് സ്റ്റേബിൾ, പിന്നുള്ള O2 പ്ലസ് ആണ് സ്റ്റേബിൾ. അപ്പൊ സ്റ്റെബിലിറ്റി ഓർഡർ ആക്കാൻ പറ്റാനുള്ള കാരണം ബോണ്ട് ഓർഡർ കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കൂടുന്നു എന്ന് പഠിച്ചാൽ മതി. ഈ 3 സ്പീഷീസും O2 ആയിക്കോട്ടെ, O2 പ്ലസ് ആയിക്കോട്ടെ, O2 മൈനസ് ആയിക്കോട്ടെ, എല്ലാവരും പാരാമാഗ്നറ്റിക് ആണ്. എല്ലാത്തിലും അവിടെ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവും. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെക്ക് ചെയ്യാം. നമുക്ക് ചെക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് He2. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 4 ആയതുകൊണ്ട് ഇലക്ട്രോണിന്റെ എണ്ണം നമുക്ക് 8 കിട്ടും. അപ്പോൾ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 8 ഇലക്ട്രോൺ ആയി.
ഇതിലുള്ള ബോണ്ടിങ് ഇലക്ട്രോൺ എണ്ണം 4 ആണ്. ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺ എണ്ണം 4 ആണ്. ബോണ്ട് ഓർഡർ 0 ആണ്. എന്താർത്ഥം? He2 എന്ന മോളിക്യൂൾ do not exist. ഇത്രയുമാണ് നമുക്ക് മോളിക്കുലർ ഓർബിറ്റൽ തിയറിയുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, നമുക്കിനി മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം വരക്കാം. വളരെ റയർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം വരക്കാം. എക്സാമ്പിൾ നിങ്ങളോട് പറയുകയാണ് N2-ന്റെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം വരക്കണം. അപ്പോൾ നമുക്ക് N2-ന്റെ കോൺഫിഗറേഷൻ നമ്മൾ നേരത്തെ എഴുതിയാണ്. ഇവിടെ നൈട്രജൻ ആറ്റത്തിന്റെ കോൺഫിഗറേഷൻ ആവശ്യമുണ്ട്. നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണ്. കോൺഫിഗറേഷൻ 1s2 2s2 2p3 ആണ്. ഇതിന്റെ ഡയഗ്രത്തിലോട്ട് കടക്കുമ്പോൾ മനസ്സിലാക്കണം, ഇതൊരു എനർജി ലെവൽ ഡയഗ്രാമാണ്. എനർജി ലെവൽ ഡയഗ്രാം. രണ്ട് നൈട്രജൻ ആറ്റംസ് കൂടി ചേർന്നിട്ടാണ് N2 എന്ന മോളിക്യൂൾ ഉണ്ടാകുന്നത്. രണ്ട് നൈട്രജൻ ആറ്റംസ് കൂടിയിട്ടാണ് N2 എന്ന മോളിക്യൂൾ ഉണ്ടാകുന്നത്. നൈട്രജന്റെ കോൺഫിഗറേഷൻ 1s2 2s2 and 2p3. ഇതാണ് നൈട്രജൻ ആറ്റത്തിന്റെ കോൺഫിഗറേഷൻ. ഇതുപോലത്തെ ഒരു നൈട്രജൻ ആറ്റത്തിലുണ്ട് ദ സെയിം സംഭവം ഞാൻ റിപ്പീറ്റ് ചെയ്യും. ഹിയർ 1s2, ഹിയർ 2s2, ഹിയർ 2p3. നിങ്ങൾക്ക് മനസ്സിലാക്കാം, നൈട്രജന്റെ 1sഉം അടുത്ത നൈട്രജന്റെ 1sഉം കൂടി ചേർന്നിട്ടാണ് സിഗ്മ 1sഉം സിഗ്മ സ്റ്റാർ 1s ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന് ഞാൻ താഴെ ഇതിന് മുകളിലുമായിട്ട് ഓരോ ഓർബിറ്റൽ കാണിച്ചു. ഏതൊക്കെയായിരിക്കും ഓരോ ഓർബിറ്റൽ? ഇത് സിഗ്മ 1s, ഇത് സിഗ്മ സ്റ്റാർ 1s. 2sഉം 2sഉം കൂടി ചേർന്നിട്ട് രണ്ട് ഓർബിറ്റൽ ഉണ്ടാവും. ഒന്ന് ഇവിടെ വരച്ചു, ഒന്ന് ഇവിടെ വരച്ചു. ഏതൊക്കെയായിരിക്കും രണ്ട് ഓർബിറ്റൽ? ഒന്ന് സിഗ്മ 2s, അടുത്ത സിഗ്മ സ്റ്റാർ 2s. ഇനി പി ഓർബിറ്റലും പി ഓർബിറ്റലും ചേർന്ന് മൊത്തം 6 ഓർബിറ്റൽ ഉണ്ടാവും. ആ 6 ഓർബിറ്റലിന്റെ ഓർഡർ ആണ് ശ്രദ്ധിക്കേണ്ടത്. നമ്പർ ഓഫ് ഇലക്ട്രോൺ 14 വരെ നമുക്കൊരു ഓർഡർ അറിയാം. നമ്പർ ഓഫ് ഇലക്ട്രോൺ 14 ശേഷം നമുക്കൊരു ഓർഡർ അറിയാം. ഇത് N2 ആകുമ്പോൾ നൈട്രജന്റെ കയ്യിൽ 7 ഇലക്ട്രോൺ ആയതുകൊണ്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺ അപ് ടു 14 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺ അപ് ടു 14ന്റെ ഓർഡർ എങ്ങനെയായിരുന്നു? ആദ്യം π2px ഈക്വൽ ടു π2py, അതിനുശേഷം സിഗ്മ 2pz. ഇത് രണ്ടും ഇതിന് താഴെയായിട്ടുണ്ടാവും. ഇനി മുകളിലുള്ള അവസ്ഥ pi star 2px equal to pi star 2py and sigma star 2pz. ഇവിടെ എഴുതുകയാണ്, ഇത് രണ്ടും ആരാണ്? pi 2px and pi 2py. ഇതാരാണ്? sigma 2pz. ഇത് pi star 2px and pi star 2py. ഇതാരാ? sigma star 2pz. ഇപ്പോൾ നമുക്ക് ഇതിന്റെ ഡയഗ്രാം ഓൾമോസ്റ്റ് ഫിനിഷ് ആയി. ഇനി ശ്രദ്ധിക്കണം, മൊത്തം ഇവിടെ 6 ഇലക്ട്രോൺ ഉണ്ട്. ആ 6 ഇലക്ട്രോൺ നമ്മൾ ഫില്ല് ചെയ്യാണ്. അതിന് മുമ്പ് ഓരോന്ന് ഫില്ല് ചെയ്യാം. ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ. ആ 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ. ഇവിടെ 2 2 4 ഉണ്ട്, 2 കൊടുത്തു, ഇവിടെ 2 കൊടുത്തു. ഇവിടെ 3 3 6 ഉണ്ട്. അതിൽ ഇവിടെ 2 ഫില്ല് ചെയ്തു, ഇവിടെ 2 ഫില്ല് ചെയ്തു, ഇവിടെ 2 ഫില്ല് ചെയ്തു. നമുക്കറിയാം കോൺഫിഗറേഷൻ പ്രകാരം ഇവിടെ ഇലക്ട്രോൺ ഇല്ല. ഇതാണ് N2-ന്റെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം. അപ്പൊ നിങ്ങളോട് മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം വരക്കാൻ പറഞ്ഞാൽ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് O2-ന്റെ എക്സാമിനും കൂടി ഇതിനോട് കമ്പയർ ചെയ്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കാം.
ഫോർത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയണം ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. കോൺഫിഗറേഷൻ 1s2 2s2 2p4 ആണ്. അപ്പോൾ ഓക്സിജൻ ആറ്റവും ചേർന്നിട്ടാണ് O2 എന്ന മോളിക്യൂൾ ഉണ്ടാവുന്നത്. ഓക്സിജനും ഓക്സിജൻ ചേർന്നിട്ട് O2 ഉണ്ടായി. എന്താ കോൺഫിഗറേഷൻ? 1s2 2s2 2p4. 1s2 2s2 2p4. ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺ 14നേക്കാൾ കൂടുതലാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺ 14നേക്കാൾ കൂടുമ്പോൾ നമുക്കറിയാലോ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. ആദ്യം സിഗ്മ 2pz ആണ്, അതിനുശേഷമാണ് പൈ 2px ആൻഡ് പൈ 2py. അപ്പോൾ ഇവിടെ മാത്രം ഒരു മാറ്റം വരും. എങ്ങനെയാണ് കോൺഫിഗറേഷൻ വരിക? ആദ്യം സിഗ്മ 2pz, അത് കഴിഞ്ഞ് പൈ 2px ഈക്വൽ ടു പൈ 2py. നമുക്കറിയാം ഇതിന്റെ ആന്റി ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റലിന്റെ ഓർഡറിൽ ഒരു മാറ്റമില്ല. ഇത് സിഗ്മ 2pz, ഇത് പൈ 2px, ഇത് പൈ 2py. ഇവിടെ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യുന്ന സമയത്ത് ഇതുവരെ ഒരു ചേഞ്ച് വന്നിട്ടില്ല. മൊത്തം 8 ഇലക്ട്രോൺ ഉണ്ട്. എങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യും? ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2. ഇപ്പോൾ 6 ഇലക്ട്രോൺ ആയി. ഈ 2 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. ഈ രണ്ടിന്റെ എനർജി സെയിം ആണ്. എങ്ങനെ കൊടുക്കും? ഓരോ ഇലക്ട്രോൺ വീതം കൊടുക്കും. അതുകൊണ്ട് ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട് എന്നും ഇത് പാരാമാഗ്നറ്റിക് ആണെന്ന് പറയാൻ പറ്റും. ഇതാണ് മോളിക്യുലർ ഓർബിറ്റൽ ഡയഗ്രാം. നമ്മൾ N2 വരച്ചിട്ടുണ്ട്, O2 വരച്ചിട്ടുണ്ട്. ഇത്രയുമാണ് കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. താങ്ക് യു.